തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് ഹാഫിദീങ്ങളുടെ ആലിമീങ്ങളുടെ സദസ്സാ. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ദിവസം ബഹുമാനപ്പെട്ട ആദർശേരി ഉസ്താദും ഹക്കീം ഉസ്താദും എന്നെ നേരിട്ട് ക്ഷണിക്കാൻ വരുമ്പോ അന്ന് മലപ്പുറം ജില്ലയിലെ ഒടമലയിൽ ഞാൻ പ്രസംഗിച്ചതാണ്. മിനിങ്ങാന്ന് ബുധനാഴ്ച ഞാൻ ഒടമലയിലാണ് വലുത്. ഒടമലയിൽ വലുതാണ്. ഈ നിൽക്കുന്ന എത്രയോ സഹോദരങ്ങൾ ആ സദസ്സിലുണ്ട്. ഒടമലയിൽ ഈ നിൽക്കുന്ന മുഹമ്മദ് അലി അൻവരിയുണ്ട് സദസ്സിൽ. ഈ നിൽക്കുന്ന മലേഷ്യൻ പ്രതിനിധികളുണ്ട് ആ സദസ്സിൽ. എന്റെ സുഹൃത്ത് വടിയോര സിദ്ദീഖുണ്ട് ആ സദസ്സിൽ. വഴുത് തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി പറയുകയാ, ഞാൻ ഈ സദസ്സിൽ ഇങ്ങനെ സോഫയിലിരിക്കുമ്പോ ഒരു 11 വയസ്സുള്ള കുഞ്ഞിന്റെ കൈ പിടിച്ച് ഒരു പിതാവ് സ്റ്റേജിലോട്ട് കടന്നു വന്നു. 2 കവറുകൾ എന്റെ കയ്യിൽ തന്നു. ഉസ്താദേ, എന്റെ പൊന്നുമോന് ബ്രെയിൻ ട്യൂമറാണ്. 11 വയസ്സുള്ള കൺമണിക്ക് ബ്രെയിൻ ട്യൂമറാണ്. കോഴിക്കോട് നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാര് പറഞ്ഞു കുട്ടി മരിച്ചു, ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല. 99.9% കുട്ടി മരിച്ചു, ഇനി രക്ഷപ്പെടുകയില്ല. ആ സമയത്താണ് ഉസ്താദേ എല്ലാവരും കൈവിട്ടപ്പോ, ഡോക്ടർ കൈവിട്ടപ്പോ, ആ സമയത്ത് പിടിച്ച കുഞ്ഞിന്റെ തലയിൽ ഡോക്ടർ വിധി എഴുതിയ കുഞ്ഞിന്റെ തലയിൽ പിടിച്ചിട്ടു. വാപ്പയും ഉമ്മയും കൂടി കൈ തലയിൽ വെച്ചിട്ട് ദുആ ചെയ്തല്ലാതെ അടുത്ത വാക്കവി ഉസ്താദിന്റെ സദസ്സില് 6066 നീയത്താക്കുകയാണ്. 2 പേര് നീയത്താക്കി. 7 ദിവസം. ഇത് അഹമ്മദ് കബീർ വലുതായത് കൊണ്ടല്ല, ഞാനൊരു സാധുക്കളിൽ സാധുവാണ്. ഇൽമിന്റെ കാര്യത്തിലും അമലിന്റെ കാര്യത്തിലും സഹോദരങ്ങൾ അല്ലാഹു 2 നന്നാക്കി തരട്ടെ. അല്ലാഹു 2 നന്നാക്കി തരട്ടെ. പക്ഷെ എന്റെ സദസ്സില് കേൾക്കാനെത്തുന്നവര് നിസ്സാരനല്ലല്ലോ. അത്തിപ്പെട്ട ഉസ്താദ് നിസ്സാരനാണോ? കേൾക്കുന്ന പണ്ഡിതന്മാര് നിസ്സാരക്കാരാണോ? 10,000 എല്ലാ രാത്രിയിലും 10,000 പറയുന്ന സദസ്സ 40 പേര് കൂടുന്നിടത്തൊരു വലിയുണ്ടാകുമല്ലോ. 40 പേര് കൂടുന്നിടത്തൊരു വലിയുണ്ടാകുമല്ലോ. അള്ളാഹ് കിട്ടപ്പെട്ട ഒരാളെങ്കിലും ഈ സദസ്സിലുണ്ടാകുമല്ലോ. 7 ദിവസം കഴിഞ്ഞപ്പോ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറിച്ചതെന്ത് മിറാക്കിളാണ്, ഇതെന്ത് അത്ഭുതമാണ്. കുട്ടിയുടെ പൂർണ്ണമായി ശിവയായി. അയാള് 6666 നിയത്ത് ചെയ്ത ഉസ്താദേ കവറിൽ വെച്ചിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. ഇനി ഞാൻ കൽബും പറയുന്നതിന് മുമ്പ്, അവസാനത്തിന് മുമ്പ് എത്രയോ 20 വർഷമായി കുടാത്ത സഹോദരങ്ങൾ അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പ്രവീരമായ എന്റെ വാഹനാണ് പങ്കെടുത്ത സദസ്സുകളിൽ വളരെ അപൂർവമായ സദസ്സ്, ആലിമീങ്ങളും സാദാത്തുകളെ സംഗമിക്കുന്ന സദസ്സ്. ഈ സദസ്സിൽ വെച്ച് വളരെ മർക്കസിന് വേണ്ടി ഖുർആൻ മനഃപാഠമാക്കുന്ന, ഇൽമ പഠിക്കുന്ന